പാർട്ട്ണർഷിപ്പ് എന്നാൽ അതിങ്ങനെയായിരിക്കണം. അതിപ്പോൾ ഏത് തരം പാർട്ട്ണർഷിപ്പ് ആകട്ടെ, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആകട്ടെ, ലൈഫ് പാർട്ട്നേഴ്സ് ആകട്ടെ, ഒരുമിച്ചൊരു ജോബ് ചെയ്യുന്നവരാകട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാകട്ടെ, എല്ലാ തരം റിലേഷൻഷിപ്പുകളും പാർട്ട്ണർഷിപ്പുകളും ബന്ധങ്ങൾ എന്നാൽ അത് ഇങ്ങനെയായിരിക്കണം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇദ്ദേഹം തംബ്നെയിലിൽ പറഞ്ഞതല്ലല്ലോ അല്ലെങ്കിൽ ക്യാപ്ഷനിൽ പറഞ്ഞതല്ലല്ലോ പ്രതിപാദിക്കുന്നത് എന്ന്. ഇല്ല, അതുതന്നെയാണ്. എവറസ്റ്റ് കൊടുമുടിയിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണെന്ന് ലോകത്താർക്കും അറിയില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം, ഇദ്ദേഹം എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്, അത് എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണല്ലോ എന്ന്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എന്ന്. എങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കൂ. ആരാണ് ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയിൽ കാലുകുത്തിയത്? നിങ്ങൾ പറയുന്ന ഉത്തരം ഇതാണ്: ടെൻസിങ്ങും ഹിലാരിയും. ഇതിലാരാണ് ആദ്യം കാലുകുത്തിയത് എന്ന് ലോകത്ത് ആർക്കും അറിയില്ല. ഏതായാലും രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഒരുമിച്ചല്ല അവിടെ സ്റ്റെപ്പ് വെച്ചത്. കൊടുമുടികൾ കീഴടക്കുമ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് അത് പരസ്പരം വലിച്ചു കയറ്റിയും പരസ്പരം സപ്പോർട്ട് ചെയ്തും പരസ്പരം സഹായിച്ചുമാണ് അതിന് മുകളിലെത്തുക. അപ്പോൾ ആദ്യം അതിന് മുകളിൽ അതിൽ ആരോ എത്തി, രണ്ടാമത്തെ ആൾ പിന്നാലെയാണ് എത്തിയത്, അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് ശേഷമോ സെക്കൻഡുകൾക്ക് ശേഷമോ. ഏതായാലും രണ്ടാളും ഒരുമിച്ചല്ല കാല് വെച്ചത് എന്നുള്ളത് സുവ്യക്തം. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ സംഭവത്തിന് ശേഷവും അവരോട് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, അതിലാരാണ്, ടെൻസിങ് ആണോ ഹിലാരിയാണോ ആദ്യം കാലുകുത്തിയത് എന്ന് ലോകത്താർക്കും ഇന്നും അറിയില്ല. അവർ ആ സംഭവത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ അവരോട് മാധ്യമപ്രവർത്തകരും ലോകവും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ടെൻസിങ്ങും ഹിലാരിയും ഒരുമിച്ച്, ഞങ്ങൾ ഒരുമിച്ച്. അതാരാണ് ആദ്യമെന്നുള്ള നിർത്താതെയുള്ള ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറഞ്ഞതേയില്ല. കാരണം അവർക്കറിയാമായിരുന്നു അത് ലോക ചരിത്രത്തിലെ ഒരു വൻ വിജയമാണ്, ഒരു വൻ ചുവടുവയ്പ്പാണ് എന്നുള്ളത്. അത് ആരാണ് എന്ന് ഒരാളുടെ പേര് വെളിപ്പെടുത്തിയാൽ ഇനിയുള്ള ചരിത്രത്തിലെങ്ങും ആ ഒരു പേര് മാത്രമേ രേഖപ്പെടുത്തൂ എന്നവർക്കറിയാമായിരുന്നു. രണ്ടുപേരും ദിവസങ്ങൾ, മാസങ്ങൾ, പല പല പ്രാവശ്യമായിട്ടുള്ള മാസങ്ങളുടെ അധ്വാന ഫലമാണ് ആ ഒരു ചരിത്രം സൃഷ്ടിച്ചത്. അപ്പൊ അതിന്റെ ഫലം, അവർ ഒരുമിച്ചുള്ള ആ ഒരു സംരംഭത്തിന്റെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്താൻ പോകുന്ന ആ ഫലം, ആ റിസൾട്ട് ഒരാളിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത് എന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതാണ് അവരുടെ നീതിബോധം. അതെന്തുകൊണ്ടെന്നാൽ ആ ഒരാളുടെ പേര് ഒരിക്കലെങ്കിലും വെളിപ്പെടുത്തിയാൽ പോലും മറ്റേയാൾ അപ്രസക്തമാകുമെന്നും ആ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും അതിന്റെ എല്ലാ ഫലങ്ങളും, അത് ഫെയിം ആകട്ടെ മണി ആകട്ടെ എന്തു തന്നെയായാലും അത് ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോകുമെന്നും അത് നീതിയല്ല എന്നും ആ രണ്ട് പാർട്ട്നേഴ്സ്, ആ രണ്ടുപേർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ലോകം ഒരിക്കലും അതിന് ഉത്തരം അറിഞ്ഞില്ല. ഇങ്ങനെയായിരിക്കണം ബന്ധങ്ങൾ, ഇങ്ങനെയായിരിക്കണം പാർട്ട്ണർഷിപ്പ്. എന്നാൽ അത് എന്ത് പാർട്ട്ണർഷിപ്പ് ആകട്ടെ, ഒരുമിച്ച് ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടാൽ, ഒരുമിച്ച് ഒരു വെഞ്ചർ, ഒരുമിച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ വിജയഫലം അത് എന്ത് തന്നെയായാലും ഒരുമിച്ച് പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ആ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഫലം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക. അതുതന്നെയാണ് പങ്കാളി, പാർട്ട്ണർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പങ്കുവെക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ഫലം ഒരുമിച്ച് പങ്കുവെക്കുവാനുള്ള ഒരു നീതിബോധമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമില്ലായ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അത് വളരെ നിസ്സാരമെന്ന് തോന്നിക്കുമെങ്കിലും ചിന്തിക്കുന്നവർക്ക് അത് വലിയൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് റിലേഷൻഷിപ്പ് ആയാലും, അതിപ്പോൾ സാഹോദര്യ ബന്ധം മുതൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരെയുള്ള എല്ലാ തരം ബന്ധങ്ങളിലും, ഭാര്യാഭർത്തൃ ബന്ധത്തിലും എല്ലാ തരം ബന്ധങ്ങളിലും മനുഷ്യൻ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ടുന്ന, ഒരുമിച്ച് മുന്നേറേണ്ടുന്ന, ഒരുമിച്ച് ബിസിനസ് ചെയ്യേണ്ടുന്ന, ഒരുമിച്ച് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും. അവിടെയെല്ലാം ഈ ഒരു സംഭവം ഉത്തമ മാതൃകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉദാത്ത മാതൃകയാണ് ടെൻസിങ്ങും ഹിലാരിയും. എവറസ്റ്റിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമില്ലായ്മയും. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.